നമ്മൾ സാധാരണ ഒരു പുസ്തകം തുറക്കുമ്പോൾ ആദ്യത്തെ പേജിൽ എന്താവും ഉണ്ടാവുക? വെറുമൊരു ടൈറ്റിൽ അല്ലെങ്കിൽ ആരാണ് അത് പബ്ലിഷ് ചെയ്തത് എന്നൊക്കെയുള്ള കുറച്ച് വിവരങ്ങൾ അല്ലേ? അതെ, കൃത്യം. എന്നാൽ ഒരു പുസ്തകത്തിന്റെ ആദ്യത്തെ പേജ് തന്നെ പതിറ്റാണ്ടുകൾ നീണ്ട സുപ്രീം കോടതി പോരാട്ടങ്ങൾക്ക് വഴിവച്ചു എന്ന് പറഞ്ഞാലോ? അത് ശരിക്കും എന്താ പറയാ, അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. 100 കോടിയിലധികം വരുന്ന ജനങ്ങളുടെ തലവര മാറ്റിയെഴുതിയ ഒരു ആദ്യ പേജ്. അതെ, ഇന്ന് നമ്മൾ പേസ് അക്കാഡമി ആലുവയിലെ വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചുള്ള നോട്ടുകളുടെ വളരെ വിശദമായ ഒരു വിശകലനമാണ് നടത്തുന്നത്. തീർച്ചയായും ഈ വിശകലനത്തിന്റെ ലക്ഷ്യവും അതുതന്നെയാണ്. കാരണം ഭരണഘടനയുടെ ആമുഖം കേവലം കുറച്ചു വാക്കുകൾ നിരത്തിവച്ചിരിക്കുന്ന ഒന്നല്ല. ശരി, നമുക്കിതൊന്ന് വിശദമായി തുറന്നു പരിശോധിക്കാം. ആമുഖം കേൾക്കുമ്പോൾ അതൊരു ചെറിയ കുറിപ്പ് മാത്രമാണെന്നാവും പലർക്കും തോന്നുക. പക്ഷേ ഒരു രാജ്യത്തിന്റെ മുഴുവൻ സ്വഭാവവും ലക്ഷ്യവും ദർശനവും എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു താക്കോലാണത്. അതായത്, കേൾക്കുന്ന നിങ്ങൾ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും വെറുതെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താൽപ്പര്യമുള്ള ആളാണെങ്കിലും ഈ ചർച്ച നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതെ, ഈ സങ്കീർണമായ നിയമക്കുരുക്കുകൾക്ക് പിന്നിലെ യഥാർത്ഥ അർത്ഥം വളരെ ലളിതമായി മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഭരണഘടനയ്ക്ക് ഇങ്ങനെയൊരു ആമുഖം വേണമെന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് ഉൾക്കൊണ്ടത് എന്നത് വളരെ രസകരമാണ്. ലോകത്ത് ആദ്യമായി ഭരണഘടനയ്ക്കൊരു ആമുഖം നൽകിയത് അമേരിക്കയാണ്. അവരെ മാതൃകയാക്കിയാണ് ഇന്ത്യയും ഇത് തുടങ്ങിയത്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ ആശയം രൂപപ്പെട്ടത് ഇന്ത്യയിൽ തന്നെയാണല്ലോ. അതെ അതെ, കൃത്യമായി പറഞ്ഞാൽ 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അഥവാ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് നമ്മുടെ ആമുഖമായി മാറിയത്. സ്വതന്ത്ര ഇന്ത്യയുടെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന് വളരെ കൃത്യമായി നിർവചിക്കുന്ന ഒന്നായിരുന്നു അത്. പിന്നീട് 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സഭ ഈ പ്രമേയത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചു. അതുകൊണ്ട് ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പിയെന്ന് നെഹ്റുവിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ആ ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ശരിക്കും കൗതുകം തോന്നിയൊരു കാര്യമുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എച്ച്.വി. കമ്മത്ത് എന്നൊരംഗമുണ്ടായിരുന്നു. അതെ, അദ്ദേഹം അവിടെ ഒരു വിചിത്രമായ നിർദ്ദേശം മുൻപോട്ട് വെച്ചു. കൃത്യം. അതായത് നമ്മുടെ ആമുഖം തുടങ്ങേണ്ടത് ദൈവനാമത്തിലെന്നായിരിക്കണം എന്ന് അദ്ദേഹം വാദിച്ചു. നമ്മൾ ഇന്ന് കാണുന്ന ആമുഖം തുടങ്ങുന്നത് അങ്ങനെയല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാദം അവിടെ ഉയർന്നത്? അത് അന്നത്തെ ആ ഒരു സഭയുടെ വൈവിധ്യത്തെയാണ് കാണിക്കുന്നത്. പലവിധ ചിന്താഗതികൾ അവിടെ ഉണ്ടായിരുന്നു. എച്ച്.വി. കമ്മത്തിനെ പോലെ ഈശ്വരവിശ്വാസത്തിന് വലിയ പ്രാധാന്യം നൽകുന്നവരും അവിടെ ഉണ്ടായിരുന്നു. ഒപ്പം മതവും ഭരണകൂടവും കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്നവരും സഭയിലുണ്ടായിരുന്നു. അവിടെ നടന്ന സുദീർഘമായ ചർച്ചകൾക്കും ദാർശനികമായ വിയോജിപ്പുകൾക്കുമൊടുവിലാണ് ഒരു തീരുമാനത്തിലെത്തിയത്. ഭൂരിപക്ഷാഭിപ്രായം മാനിച്ചുകൊണ്ട് ആ നിർദ്ദേശം അവിടെ തള്ളിക്കളയുകയായിരുന്നു. അതെ, ആ ചർച്ചകളുടെയൊക്കെ ഫലമായാണ് ആ പ്രശസ്തമായ വാചകമുണ്ടായത്: ഭാരതത്തിലെ ജനങ്ങളായ നാം. കേൾക്കുമ്പോൾ വളരെ ലളിതമായ 3-4 വാക്കുകൾ. പക്ഷെ ഇതിലൂടെ ഭരണഘടനയ്ക്ക് അതിലെ അധികാരമെല്ലാം ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് വ്യക്തമാക്കുകയാണ്. മറ്റെവിടെ നിന്നുമല്ല, ഭാരതത്തിലെ ജനങ്ങളിൽ നിന്നാണ് എന്നുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭരണകൂടത്തേക്കാൾ മുകളിൽ നിൽക്കുന്നത് ജനങ്ങളാണ്. ഇതൊന്ന് വിശാലമായ തലത്തിൽ ചിന്തിച്ചു നോക്കിയാൽ എന്തുകൊണ്ടാണ് ജനങ്ങളായ നാം എന്നത് ഇത്ര ശക്തമായ ഒരു പ്രസ്താവനയാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ലോകത്തെ മറ്റു പല ഭരണക്രമങ്ങളുമൊന്ന് എടുത്തു നോക്കുക. ബ്രിട്ടൻ പോലെയുള്ള രാജഭരണത്തിൽ അഥവാ മൊണാർക്കിയിൽ രാഷ്ട്രതലവൻ എന്നത് രാജാവോ റാണിയോ ആണ്. അവർക്ക് ആ അധികാരം കിട്ടുന്നത് വെറും വംശപാരമ്പര്യം കൊണ്ടാണ്, അല്ലാതെ ജനങ്ങൾ നൽകുന്നതല്ല. എന്നാൽ അമേരിക്കയോ ഇന്ത്യയോ പോലുള്ള റിപ്പബ്ലിക്കിൽ അങ്ങനെയല്ല. അവിടെ രാഷ്ട്രതലവൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് റിപ്പബ്ലിക് എന്ന വാക്ക് ആമുഖത്തിൽ കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരമ്പര്യമായി ആർക്കും ഇവിടെ അധികാരം ലഭിക്കില്ല. ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തീരുമാനിക്കുന്ന വ്യക്തി ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രം തലവനാകുന്നു. ഇവിടെയാണ് കാര്യം ശരിക്കും കൗതുകകരമാകുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ആമുഖത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില വാക്കുകൾ, അതായത് സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നിവ. അതെ, ആ വാക്കുകൾ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് അതിലില്ലായിരുന്നു. 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ വാക്കുകൾ കൂട്ടിച്ചേർത്തത്. ഒപ്പം അഖണ്ഡത എന്ന വാക്കും. അപ്പോൾ അതിനർത്ഥം 1976 വരെ ഇന്ത്യ ഒരു മതേതര രാജ്യമോ സോഷ്യലിസ്റ്റ് രാജ്യമോ അല്ലായിരുന്നു എന്നാണോ ചിലർക്ക് സംശയം തോന്നാം. അല്ലേ അല്ല.
അതിൽ വലിയ തെറ്റിദ്ധാരണയാണ്. ഈ വാക്കുകൾ നേരിട്ട് ആമുഖത്തിൽ കൂട്ടിച്ചേർക്കുന്നതിനു മുൻപും ഈ ആശയങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പരോക്ഷമായി നിലനിന്നിരുന്നു. അതുപോലെ മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്ന അനുച്ഛേദങ്ങൾ ഭരണഘടനയിൽ ആദ്യമേ ഉണ്ടായിരുന്നു. 1976 ഭേദഗതിയോടെ ഈ കാര്യങ്ങൾ ആമുഖത്തിൽ വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞു എന്ന് മാത്രം. ഈ സോഷ്യലിസം എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെ അവസ്ഥയാണ്. എല്ലാം സർക്കാരിന്റെ നിയന്ത്രണത്തിൽ, സ്വകാര്യ വ്യക്തികൾക്ക് ബിസിനസ് ചെയ്യാനോ സ്വത്ത് സമ്പാദിക്കാനോ ഉള്ള അവകാശമില്ലാത്തൊരവസ്ഥ. നമ്മളും അത്തരമൊരു സോഷ്യലിസമാണോ ഇന്ത്യയിൽ ഉദ്ദേശിച്ചത്? അതാണ് നമ്മൾ കൃത്യമായി വേർതിരിച്ചു മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ പിന്തുടരുന്നത് അത്തരത്തിലുള്ള സ്റ്റേറ്റ് സോഷ്യലിസമല്ല. അവിടെ ഉൽപ്പാദന വിതരണ മാർഗങ്ങളെല്ലാം പൂർണ്ണമായും ഭരണകൂടത്തിന് നിയന്ത്രണത്തിലായിരിക്കും. എന്നാൽ ഇന്ത്യയുടേത് ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. അതായത് പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു മിശ്ര സമ്പദ്വ്യവസ്ഥ. ഒരു വശത്ത് വൻകിട സ്വകാര്യ കമ്പനികൾ പ്രവർത്തിക്കുമ്പോൾ മറുവശത്ത് സാധാരണക്കാർക്ക് വേണ്ടി സർക്കാർ സ്ഥാപനങ്ങളും നിലനിൽക്കുന്നു. ഈ ആശയത്തിന് വലിയൊരു ചരിത്രമുണ്ട്. 1955 നടന്ന കോൺഗ്രസിന്റെ ആവടി സമ്മേളനത്തിൽ തന്നെ ഇത്തരമൊരു മാതൃക അവർ പാസാക്കിയിരുന്നു. അതുകൊണ്ട് ഇതൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ആശയമല്ല. അത് വളരെ വലിയൊരു വ്യത്യാസം തന്നെയാണ്. ഇനി മതേതരത്വത്തിന്റെ കാര്യമെടുത്താലോ? ഈ വാക്ക് ആമുഖത്തിലില്ലായിരുന്നെങ്കിലും ഭരണഘടനാ ശില്പികൾ ലക്ഷ്യമാക്കിയത് ഒരു മതേതര രാഷ്ട്രം തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ മതേതരത്വവും പാശ്ചാത്യ രാജ്യങ്ങളിലെ മതേതരത്വവും തമ്മിൽ വലിയ അന്തരമുണ്ടല്ലോ. തീർച്ചയായും. പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്നത് നെഗറ്റീവ് മതേതരത്വമാണ്. അവിടെ മതവും ഭരണകൂടവും തമ്മിൽ പൂർണ്ണമായ അകലമുണ്ട്. ഭരണകൂടം മതപരമായ കാര്യങ്ങളിൽ തീരെ ഇടപെടില്ല. എന്നാൽ ഇന്ത്യയുടേത് ഒരു പോസിറ്റീവ് കൺസെപ്റ്റാണ്. ഇന്ത്യയിലെ ഭരണകൂടത്തിന് സ്വന്തമായൊരു മതമില്ല. പക്ഷെ രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും അവയുടെ അംഗബലം പരിഗണിക്കാതെ തന്നെ തുല്യമായ പരിഗണനയും സംരക്ഷണവും ഭരണകൂടം നൽകുന്നു. എല്ലാ മതങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുക എന്നതാണ് നമ്മുടെ രീതി. അപ്പോൾ ഇതിന്റെ എല്ലാം യഥാർത്ഥ അർത്ഥം എന്താണ്? ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ ഭരണഘടന യഥാർത്ഥത്തിൽ എന്താണ് ജനങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്? പ്രധാനമായും 4 ലക്ഷ്യങ്ങളാണുള്ളത്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇത് നീതി എന്ന് പറയുമ്പോൾ വെറുമൊരു കോടതിയിലെ നിയമപരമായ നീതി മാത്രമല്ല. സാമൂഹികം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നിങ്ങനെ 3 തരം നീതിയാണ് വിഭാവന ചെയ്യുന്നത്. ഇതിൽ സാമൂഹിക നീതി എന്നാൽ ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ പേരിൽ ആരെയും മാറ്റി നിർത്താതിരിക്കുക. സാമ്പത്തിക നീതി എന്നാൽ വരുമാനത്തിലോ സമ്പത്തിലോ ഉള്ള അസമത്വങ്ങൾ ഇല്ലാതാക്കുക. അതെ, ഈ സാമൂഹിക നീതിയും സാമ്പത്തിക നീതിയും കൂടിച്ചേരുന്നതിനെയാണ് വിതരണ നീതി അഥവാ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് വിളിക്കുന്നത്. എല്ലാവർക്കും വിഭവങ്ങൾ തുല്യമായി വിതരണം ചെയ്യുക എന്നതാണ് ഇതിന്റെ കാതൽ. ഇനി രാഷ്ട്രീയ നീതി എന്നത് വോട്ട് ചെയ്യാനും എല്ലാവർക്കും തുല്യ അവസരം നൽകുന്നതാണ്. ഇനി ഇതിലെ അടുത്തത് സ്വാതന്ത്ര്യമാണ്. ചിന്തിക്കാനും അഭിപ്രായം പറയാനും വിശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ഇവിടെ എനിക്കൊരു സംശയമുണ്ട് എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനർത്ഥം എനിക്ക് എന്തു വേണമെങ്കിലും ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഭരണഘടന നൽകുന്നുണ്ടെന്നാണോ? മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് തോന്നുന്നതുപോലെ എന്തും ചെയ്യാമെന്നാണോ? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരിക്കലുമല്ല. ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഒരു ലൈസൻസ് അല്ല, അത് പരിപൂർണവുമല്ല. ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ചില പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയൂ. ലളിതമായി പറഞ്ഞാൽ, മറ്റുള്ളവരുടെ അവകാശങ്ങളെ ഹനിക്കാത്ത രീതിയിലായിരിക്കണം നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കേണ്ടത്. അത് നിബന്ധനകൾക്ക് വിധേയമാണ്. ഈ സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും പറ്റി പറയുമ്പോൾ ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു നിരീക്ഷണം എനിക്ക് ഓർമ്മ വരികയാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയെ അദ്ദേഹം വെവ്വേറെ നിൽക്കുന്ന കാര്യങ്ങളായിട്ടല്ല കണ്ടത്. അവയെ ഒരൊറ്റ യൂണിറ്റായാണ് അദ്ദേഹം പരിഗണിച്ചത്. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമുയർത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് അംബേദ്കർ ഇതിനെ ഒരൊറ്റ ത്രയമായി അഥവാ യൂണിയൻ ഓഫ് ട്രിനിറ്റിയായി കണ്ടത്? കാരണം ഇവയിൽ ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് അടർത്തിമാറ്റാൻ കഴിയില്ല. നമ്മളൊന്ന് സങ്കൽപ്പിച്ചു നോക്കുക. ഒരു സമൂഹത്തിൽ സമത്വമില്ലാതെ കുറെ സ്വാതന്ത്ര്യം മാത്രം കൊടുത്താൽ എന്താകും സംഭവിക്കുക? സ്വാഭാവികമായും പണവും സ്വാധീനവുമുള്ള കുറച്ചുപേർ മാത്രം അതുപയോഗിച്ച് വലിയ നിലയിലെത്തും. മറ്റുള്ളവർ പിന്തള്ളപ്പെടും. അതൊരു തരം ആധിപത്യത്തിലേക്ക് നയിക്കും. ഇനി നേരെ തിരിച്ച്
സ്വാതന്ത്ര്യമില്ലാതെ സമത്വം മാത്രം അടിച്ചേൽപ്പിച്ചാലോ? എല്ലാവരും തുല്യരാണ്, പക്ഷേ സ്വന്തമായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയില്ല. അപ്പോൾ മനുഷ്യന്റെ വ്യക്തിപരമായ കഴിവുകൾ നശിച്ചുപോകും. ഇതിനെല്ലാം ഉപരിയായി മനുഷ്യർ തമ്മിലൊരു സാഹോദര്യമില്ലെങ്കിൽ ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ടാണ് ഇവ മൂന്നും ഒന്നിച്ചു നിൽക്കണമെന്ന് അദ്ദേഹം വാദിച്ചത്. അംബേദ്കറുടെ ആ ദീർഘവീക്ഷണം എത്രത്തോളം വലുതാണെന്നത് കാണിക്കുന്നുണ്ട്. തീർച്ചയായും. ഇനി നമുക്ക് ഇന്ത്യയുടെ നിയമചരിത്രത്തിലെ ഏറ്റവും വലിയ ചില തർക്കങ്ങളിലേക്ക് വരാം. കേൾക്കുന്ന നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഭരണഘടനയുടെ ആദ്യ പേജായ ഈ ആമുഖം യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ ഭാഗമാണോ അല്ലയോ എന്നതിനെ ചൊല്ലി വലിയ തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. എന്തു വിരോധാഭാസമാണിത്! ഒരു പുസ്തകത്തിന്റെ ആദ്യ പേജ് ആ പുസ്തകത്തിന്റെ ഭാഗമാണോ എന്നൊരു തർക്കം സുപ്രീം കോടതിയിൽ നടക്കുക. അത് ശരിക്കും ഒരു ത്രില്ലർ സിനിമ പോലെയാണ് പുരോഗമിച്ചത്. 1960-ലെ ബെറുബാരി യൂണിയൻ കേസിൽ സുപ്രീം കോടതി ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചു. ആമുഖം ഭരണഘടന നിർമ്മിച്ചവരുടെ മനസ്സിലേക്കുള്ള താക്കോലാണെങ്കിൽ പോലും അത് ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് കോടതി തീർത്തു പറഞ്ഞു. അതൊരു വലിയ പ്രഖ്യാപനമായിരുന്നു. പക്ഷെ ആ വിധി അധികകാലം നിലനിന്നില്ല. പിന്നീട് 1973-ൽ വന്ന കേശവാനന്ദ ഭാരതി കേസ്, ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ കേസ്. അവിടെ കാര്യങ്ങളാകെ മാറിമറിഞ്ഞു. അതെ, കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി തങ്ങളുടെ മുൻ വിധി തിരുത്തി. എന്നിട്ട് വളരെ വ്യക്തമായി പ്രഖ്യാപിച്ചു ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന്. മാത്രമല്ല, അവിടെയാണ് ചരിത്രപ്രസിദ്ധമായ അടിസ്ഥാന ഘടന അഥവാ ബേസിക് സ്ട്രക്ചർ എന്ന ആശയം കോടതി മുന്നോട്ട് വെച്ചത്. ഈ അടിസ്ഥാന ഘടന എന്നതുകൊണ്ട് എന്താണ് ശരിക്കും അർത്ഥമാക്കുന്നത്? നമ്മുടെ ഭരണഘടനയെ ഒരു വലിയ വീടായി സങ്കൽപ്പിക്കുക. കാലക്രമേണ പാർലമെന്റിന് ആ വീടിന്റെ ഭിത്തികളുടെ നിറം മാറ്റാം, പുതിയ ജനാലകൾ വെക്കാം. ഇതൊക്കെ ഭരണഘടനാ ഭേദഗതികളാണ്. പക്ഷേ ആ വീടിന്റെ തറ അഥവാ ഫൗണ്ടേഷൻ ഇളക്കി മാറ്റാൻ സർക്കാരിനോ പാർലമെന്റിനോ അധികാരമില്ല. ആ ഫൗണ്ടേഷനാണ് അടിസ്ഥാന ഘടന. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, മതേതര രാജ്യമാണ് എന്നതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ആമുഖത്തിൽ ഈ അടിസ്ഥാന ഘടനയുടെ ബ്ലൂ പ്രിന്റ് കൃത്യമായി അടങ്ങിയിട്ടുണ്ട് എന്ന് കോടതി വ്യക്തമാക്കി. പിന്നീട് 1995-ലെ LIC ഓഫ് ഇന്ത്യ കേസിലും ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് കോടതി ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു. അവിടെ എനിക്കൊരു വലിയ സംശയമുണ്ട്. നമ്മൾ ഈ നോട്ട്സ് പരിശോധിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് ആമുഖം കോടതി വഴി നടപ്പിലാക്കാൻ കഴിയില്ല എന്ന്. അതായത് ഇത് നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതുകൊണ്ടെന്താണ് ഗുണം? നിയമപരമായി ഒരു അധികാരവുമില്ലാത്ത ഈ കടലാസിന് എന്തിനാണ് നമ്മൾ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്? ഇതൊരു അലങ്കാരം മാത്രമല്ലേ? ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യമെന്താണെന്നാൽ അതൊരലങ്കാരമല്ല എന്നതാണ് സത്യം. നേരിട്ട് കോടതി വഴി നടപ്പിലാക്കാൻ കഴിയില്ല എന്നത് ശരിയാണ്. നിങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നിങ്ങൾ ആമുഖമല്ല, മൗലിക അവകാശങ്ങളാണ് കോടതിയിൽ ചൂണ്ടിക്കാണിക്കുക. എന്നാൽ ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു നിയമം വ്യാഖ്യാനിക്കുമ്പോൾ കോടതിക്ക് സംശയം തോന്നിയാൽ അവർ എവിടേക്കാണ് നോക്കുക? അവർ ആമുഖത്തിലേക്കാണ് നോക്കുക. ഭരണഘടനാ ശില്പികൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നു മനസ്സിലാക്കാൻ ഈ ആമുഖം ഒരു ടോർച്ച് ലൈറ്റ് പോലെ കോടതിയെ സഹായിക്കുന്നു. അതുകൊണ്ട് ഇതിന് നിയമപരമായ പല്ലും നഖവും ഇല്ലെങ്കിൽ പോലും ഇതിന്റെ ദാർശനികമായ മൂല്യം വളരെ വലുതാണ്. ടോർച്ച് ലൈറ്റ് എന്ന ഉദാഹരണം വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെയാകണം അക്കാലത്തെ പല പ്രമുഖരും ഇതിനെ ഇത്രമാത്രം ആഴത്തിൽ നിരീക്ഷിച്ചത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു ഐഡന്റിറ്റി കാർഡ് പോക്കറ്റിൽ വെക്കാറുണ്ടല്ലോ, നമ്മൾ ആരാണെന്ന് ഒറ്റ നോട്ടത്തിൽ മറ്റൊരാൾക്ക് മനസ്സിലാകാൻ. അതുപോലെ ഭരണഘടനയുടെ ഒരു ഐഡന്റിറ്റി കാർഡാണ് ആമുഖം എന്ന് പ്രശസ്ത അഭിഭാഷകനായ N.A. പാൽഖിവാല പറഞ്ഞത് വളരെ അർത്ഥവത്താണ്. കൃത്യമായി പറഞ്ഞു. അതുപോലെ തന്നെയാണ് കരട് സമിതി അംഗമായിരുന്ന K.M. മുൻഷി ഇതിനെ ഒരു ജാതകമെന്ന് വിളിച്ചത്. ഒരു വ്യക്തിയുടെ ഭൂതവും ഭാവിയുമൊക്കെ ജാതകത്തിലുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതുപോലെ നമ്മുടെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ ജാതകമാണ് ഈ ആമുഖം. പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവ ഇതിനെ ഭരണഘടനയുടെ ആത്മാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. സർ ഏണസ്റ്റ് ബാർക്കർ ആകട്ടെ ഇതിനെ ഒരു കീ നോട്ടും വിളിച്ചു. ഓരോരുത്തരും ഇതിനെ എത്രമാത്രം ഗൗരവത്തോടെയാണ് നോക്കിക്കണ്ടതെന്ന് ഈ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. അമേരിക്കയിൽ നിന്നുള്ള തുടക്കം, നെഹ്റുവിന്റെ പ്രമേയം, സോഷ്യലിസത്തിന്റെ വിവിധ രൂപങ്ങൾ, ഒപ്പം
കേശവാനന്ദ ഭാരതി കേസ്, അംബേദ്കറുടെ കാഴ്ചപ്പാടുകൾ. ഇനി കേൾക്കുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ എന്തിനാണ് ഇതെല്ലാം അറിയേണ്ടത്? നിങ്ങൾ ഒരു പൗരൻ എന്ന നിലയിൽ നിങ്ങളുടെ രാജ്യം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നിങ്ങൾക്ക് ചുറ്റുമുള്ള സംവിധാനങ്ങൾ എന്ത് അടിസ്ഥാന തത്വങ്ങളിലാണ് കെട്ടിപ്പടുത്തിയിരിക്കുന്നതെന്നും മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. അതറിയാനുള്ള ഏറ്റവും ലളിതമായ വഴികാട്ടിയാണ് ഈ ആമുഖം. ചർച്ച അവസാനിപ്പിക്കുന്നതിനു മുൻപായി നിങ്ങളുടെ മനസ്സിലേക്ക് പുതിയൊരു ചിന്ത കൂടി ഞാൻ നൽകുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വിരോധാഭാസം ഒന്നുകൂടി ഓർത്തു നോക്കൂ. തീർച്ചയായും. കോടതി വഴി നേരിട്ട് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു നോൺ ജസ്റ്റിഷ്യബിളായ ആമുഖമാണ് നമ്മുടെ ഭരണഘടനയ്ക്കുള്ളത്. എന്നാൽ അതേ ആമുഖമാണ് ഇന്ന് സർക്കാരിന്റെയും പാർലമെന്റിന്റെയും അതിവിപുലമായ അധികാരങ്ങളെപ്പോലും നിയന്ത്രിക്കുന്ന അടിസ്ഥാന ഘടനയുടെ നെടുന്തൂണായി മാറുന്നത്. നിയമപരമായ യാതൊരു അധികാരവുമില്ലാത്ത കുറച്ചു വാചകങ്ങൾ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പരമാധികാരത്തെ കഴിഞ്ഞ 7 പതിറ്റാണ്ടിലേറെയായി നിയന്ത്രിച്ചു നിർത്തുന്നത്? ഇതേക്കുറിച്ച് സ്വന്തമായൊന്ന് അന്വേഷിച്ചു നോക്കുന്നത് വളരെ രസകരമായൊരു അനുഭവമായിരിക്കും. വളരെ പ്രസക്തമായൊരു ചിന്തയാണത്. അപ്പോൾ പേസ് അക്കാദമിയുടെ നോട്ടുകളെ അടിസ്ഥാനമാക്കിയുള്ള ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചുള്ള ഈ വിശദമായ വിശകലനം നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പുതിയ ചില അറിവുകളും ചിന്തകളും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഈ വിശകലനത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് വലിയ നന്ദി. മറ്റൊരു വിഷയത്തിന്റെ രസകരമായ വിശകലനവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ വിട.